കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 47% കുറഞ്ഞു. ഇത്തവണ വേനൽമഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടിവരും. സർക്കാർ വകുപ്പുകളുടെ വൈദ്യുതി ബിൽ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ സർക്കാർ ഉത്തരവിറക്കിയതായി KSCB അറിയിച്ചു. വാട്ടർ അതോറിറ്റി മാത്രം നൽകാനുള്ളത് 2000 കോടി രൂപയാണ്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേനൽ ആരംഭത്തിൽ തന്നെ സംസ്ഥാനത്ത് കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. ജലസ്രോതസ്സുകളെല്ലാം തന്നെ വറ്റി വരണ്ടു. പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് കുറഞ്ഞതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പും ഗണ്യമായി താഴ്ന്നിരിക്കുകയാണ്. ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് 50% താഴേക്കെത്തി. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 47%. പമ്പ അണക്കെട്ടിൽ 52%, ഷോളയാർ 49, ഇടമലയാർ 49, പൊന്മുടി 37% എന്നിങ്ങനെയാണ് ജലനിരപ്പ്. അതേസമയം സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ വിലയിരുത്തൽ. അങ്ങനെയുണ്ടായാൽ വലിയ വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരും. ഈ സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ വകുപ്പുകൾ നൽകുവാനുള്ള വൈദ്യുതി ബിൽ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. 3000 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ട്. ഇതിൽ 2000 കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ മാത്രമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്കായിരിക്കും സംസ്ഥാനം നീങ്ങുക. ജലക്ഷാമം മാത്രമല്ല, വൈദ്യുത പ്രതിസന്ധി വലിയ രീതിയിൽ നേരിടേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.